ചക്കാല വടക്കുതൽ വീട്ടിൽ ശ്രീമാൻ ഭാസ്കരൻ നായർ സാർ അവരുടെ ശ്രീരാമൻ നായർ സാർ അവരുടെ 1ാം ചരമവാർഷിക ദിനമാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജോലിയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു പരിചയമുണ്ട്. വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ, ഒരു പ്രദേശത്തേനായിരുന്നത് കൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിക്കായി ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ചടങ്ങുകൾ നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. നമ്മൾ ഈ ശരണാലയം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് 2 വാക്ക്. അത് ഉദ്ദേശിച്ച് 5 വർഷങ്ങൾക്ക് മുമ്പ് മാവേലിക്കര കേന്ദ്രമാക്കി ഏതാനും സാമൂഹ്യ ബോധമുള്ള കുറെ ആളുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ്. നമ്മളിപ്പോൾ നിലവിൽ അതിന് 5 ട്രസ്റ്റിമാരാണുള്ളത്. അത് അതിന്റെ പ്രസിഡന്റ് ശ്രീമാൻ കെ പി സുനിൽകുമാർ സാർ അവர்களാണ്. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഡെപ്യൂട്ടി ജനറൽ മാനേജറായി റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹം ഇവിടെ പുറത്തിയാണ് ഒരു മാനേജറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ലേഖാസുരിലെ വീട്ടിൽ എത്തിച്ചേർന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് വരാതിരുന്നത്. ഇന്നലെ വൈകിട്ടും ഉണ്ടായിരുന്നു. ഈ ചടങ്ങുകളെ കുറിച്ചെല്ലാം അദ്ദേഹം അന്വേഷിച്ച് ആരാഞ്ഞതിന് ശേഷമാണ് പോയത്. ഒരുപക്ഷെ എത്തിച്ചേരുമായിരിക്കും. അപ്പൊ ഇതിന്റെ സെക്രട്ടറി ശ്രീകുറി എന്ന് ഞാനാണ്. ഇതിന്റെ ഒരു ട്രസ്റ്റി എന്റെ സഹധർമ്മിണി ശ്രീമതി ശോഭകുമാരിയാണ്. ഒരു ട്രസ്റ്റി കേരള യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ചെയ്യുന്ന ശ്രീ വിഷ്ണു വിനോദ്. പിന്നെ മറ്റൊരു ട്രസ്റ്റി കൂടിയുണ്ട്. പിന്നെ നമുക്കൊരു ഗവേണിംഗ് ബോഡി ഉണ്ട്, 9 പേരുള്ള. അതിൽ ശ്രീ യൂസഫിക്ക, ശ്രീ നമ്മുടെ ബാലേന്ദ്രൻ മാവേലിക്കര സാർ, കലാകാരനാണ്, ഡാൻസ് ടീച്ചറാണ്. അങ്ങനെ ആ 7 പേരിൽ 2 പേര് മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. അപ്പൊ നമ്മള് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് 200 പേർ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മൾ മാവേലിക്കര ഒരു വാടക കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പൊ 5 വർഷം കഴിയുകയാണ്. ഇതിൽ 8 പേര് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. പിന്നെ സുമനസ്സുകളുടെ ഇതുപോലെയുള്ള സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇങ്ങനെ നടന്നു പോകുന്നത്. തുടർന്നും ഈ കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ന് ദീപോജ്വലനത്തോടെ ഇന്നത്തെ ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനായി നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അതിന് പുറക്ഷണിക്കുന്നു. ശ്രീനേട്ടാ ഇന്ന് ഈ അന്നദാനം ഇവിടെ ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി നടത്താൻ കാണിച്ച മനസ്സിന് നന്ദിയും സ്നേഹം രേഖപ്പെടുത്തുകയും ആ കുടുംബത്തിലുള്ള സകലർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഈശ്വരന് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചെറിയൊരു പ്രാർത്ഥന കുറിച്ചുള്ള ഏറ്റുപറയാൻ പറ്റുന്നവർ ഏറ്റുപറയാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിലും ഞങ്ങൾക്ക് ഇന്നിവിടെ അന്നദാനം നടത്തുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ചൊരിയണമേ. സഹോദരങ്ങളായി കണ്ട് ഞങ്ങളെ സഹായിക്കുന്നവരുടെയും ഞങ്ങൾക്കായി പ്രയത്നിക്കുന്നവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്താലും അസുഖത്താലും അപകടത്താലും മരണപ്പെട്ടിട്ടുള്ളവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു സംരംഭം നടത്തിക്കൊണ്ട് പോകാനുള്ള സന്മനസ് കാണിച്ചതിൻ്റെ ഭാരവാഹികൾക്ക് അത്യധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ഒരു തുടക്കം മാത്രമായിരിക്കും. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സഹായ സഹകരണം എപ്പോഴും ഉണ്ടായിരിക്കും. മാത്രമല്ല, ഇതേപ്പറ്റി മറ്റുള്ളവരോട് പറയാനും
മറ്റുള്ളവർക്ക് ഇതിലേക്ക് ഇൻവോൾവ് ആകാനുള്ള ഇൻസ്പിറേഷൻ കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കും എന്ന് തോന്നുന്നു. അതിനുവേണ്ടി ഞങ്ങളെന്നും പ്രയത്നിക്കുന്നതായിരിക്കും. സാറിന്റെ സഹായ ഹസ്തത്തിനും നല്ല മനസ്സുകൾക്കും വളരെ നന്ദി. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം നമുക്കിവിടെ ഈ ഒരു ചടങ്ങ് നടത്തിയത് തന്നെ നമ്മൾ വളരെ ധന്യരാണ്. നമ്മൾ ഒരിക്കൽ കൂടി സാറിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങ് നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.